ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു സേമിയ പുലാവിൻ്റെ. ഇതിപ്പോൾ ഇന്ന് രാവിലെ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണേ. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അതിനുവേണ്ടി ആദ്യം പാൻ അടുപ്പത്ത് വെച്ചേ. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് ജീരകവും കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചേ. പിന്നെ അതിലോട്ട് കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ക്യാരറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇട്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഉള്ളിയും പിന്നെ തക്കാളി അരിഞ്ഞത് മാറ്റി വെച്ച് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി കഴിഞ്ഞിട്ട് തക്കാളി അവസാനം ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പാചകത്തിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ലേ. ഇതിപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ നടത്തിയിട്ട് ഞാൻ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെയാണ് ഞാൻ എൻ്റെ റെസിപ്പിയിലിടുന്നത്. ഇത് കഴിച്ചോളും കേട്ടോ. നന്ദയും ലക്കിക്ക് വലിയ പിടുത്തമില്ല. ഇത് ആൾക്ക് വല്ല പൂരിയോ റൊട്ടിയോ അതണക്കെ ഉള്ള സാധനമാണ് അവനും ഇഷ്ടം. പക്ഷേ നന്ദയ്ക്ക് കുഴപ്പമില്ല. ഇതണക്കുള്ള സംഭവമൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിപ്പോൾ ലക്കിക്ക് പോണ്ടാത്ത ദിവസമാണ് അവൾക്കിത് മധുരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവർക്കും വെറൈറ്റി ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ദോശയോ പൂരിയോ ഒക്കെ ഉണ്ടാക്കുമ്പം നന്ദ അത് കൊണ്ടുപോയിക്കോളും കേട്ടോ. പിന്നെ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ തക്കാളി അങ്ങ് ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും. എൻ്റെ അടുത്ത് അന്നേ പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടത്. ഇതാകുമ്പോൾ ചെറിയ കളറും കൂടെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കും കേട്ടോ. അതൊക്കെ തിന്നാൻ നന്ദയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ലക്കിക്ക് അത്ര പോരാ. ആൾക്ക് റൊട്ടിയോ പൂരിയോ പിന്നെ ഇഡ്ഡലി കഴിച്ചോളും കേട്ടോ. ഇതൊക്കെ അവനിഷ്ടം. അവന് ഇത് കണക്കുള്ള ഈ പുലാവൊന്നും ഇഷ്ടമല്ലേ. പിന്നെ നൂഡിൽസ് കഴിച്ചോളും കേട്ടോ. അതൊരുപാട് ഇഷ്ടമാണ് ആൾക്ക്. നൂഡിൽസൊന്നും സ്കൂളിൽ അലൗഡല്ലേ. ഇതുപോലെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് നൂഡിൽസിൻ്റെയൊക്കെ പരിപാടി. ഇതിപ്പം നന്ദ തന്നെ ഉണ്ടാക്കി ലക്കിക്കും കൂടെ കൊടുക്കും കേട്ടോ. നന്ദ ഇപ്പം ചെറുതായിട്ട് പാചകങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇതുപോലെ നൂഡിൽസും പിന്നെ മുട്ടയൊക്കെ പൊരിച്ചോളും ആൾ. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടെ ഒന്ന് വേവാൻ വേണ്ടിയേ. ഇതൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടേ ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടാനേ. അത് പകുതി വേവായി ഏകദേശം നേരത്തെ തന്നെ. മറ്റേ വഴറ്റിയില്ലേ. പിന്നെ അതിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ ടൈപ്പ് മസാലകളാണോ അതൊക്കെ ഞാനിതിലൊക്കെ ഇട്ട് കൊടുക്കും. ഇന്നത് എന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ എല്ലാം മിക്സാണ്. പിന്നെ അതിലോട്ട് സേമിയ ഇട്ട് കൊടുത്തേ. സേമിയ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിനകത്തിട്ട് തന്നെ അങ്ങ് ഫ്രൈ ആക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഇത്. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദയ്ക്ക് ഇതുപോലെ വെറൈറ്റികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിപ്പോൾ ആൾ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് ആളുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ. ഇത് അവൾ ഉണ്ടാക്കിക്കൊള്ളാം കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറിയതാണേ. ആൾക്കിങ്ങനെ ഇതണക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഏകദേശം നന്നായിട്ട് ഈ സേമിയ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വെജിറ്റബിൾസും ഏകദേശം എല്ലാം വെന്ത ഒരു പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേ. നേരത്തെ കുറച്ച് വെജിറ്റബിൾസ് വേവാൻ നേരത്ത് ഇട്ട് കൊടുത്തായിരുന്നേ. ഇനിയിപ്പോൾ സേമിയയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണേ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേ. നമ്മൾ ഏകദേശം അത് വേവാനുള്ള പരുവത്തിനുള്ള വെള്ളം ഇതാണ്ട് ഇത്ര തന്നെ. ഇതെനിക്ക് പ്രത്യേകിച്ച് അളവൊന്നും അറിയത്തില്ല കേട്ടോ. സേമിയ ഏകദേശം മുങ്ങിക്കിടക്കാനുള്ള അളവ് കേട്ടോ. അതാണ് എൻ്റെ ഒരു കണക്ക് കേട്ടോ. പിന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് രുചികരമായ സേമിയ പുലാവ് റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റുമാണേ. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറിയോ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റുമാണേ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നന്ദയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ചുമ്മാ ചെറുതായിട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു ടേസ്റ്റ് ആവും.
ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പോഴേ ഇത് കണക്ക് സോയാ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ വെറുതായി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുവേ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്നാ പോകും മാറും കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കേട്ടോ. ഈ ടൈമിലാണേ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തത്. ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ കുറവാണെങ്കിൽ അത് ആഡ് ചെയ്യണേ. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് പരുവായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒന്നും ഇതിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ഇത് ഉച്ചക്കലത്തേക്കുള്ള ഞാൻ പയറ് വെള്ളത്തിയിട്ടിരിക്കുവാണേ. ഇതും മത്തങ്ങയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഉച്ചയ്ക്ക് ഇതാണ് കേട്ടോ റെസിപ്പി. ഇതിലാന്നേലേ കാച്ചിലും ചേമ്പും ചേനയും അതിനൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇടാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉടച്ചു കറി എന്നാട്ടോ പറയുന്നത്. നല്ല ടേസ്റ്റാണേ. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴേ നന്ദയ്ക്കുള്ള ടിഫിൻ അങ്ങ് പാക്ക് ചെയ്യുവാണേ. നന്ദ ഇത് തന്നെ രാവിലെ കഴിച്ചിട്ടും പോയി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പിയൊക്കെ അറിയാവുന്നതായിരിക്കും കേട്ടോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണേ. ഇതുപോലെ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബായ്.